യു.എസ്. ജയിലിൽ സുവിശേഷം രൂപാന്തരം വരുത്തുന്നു. 69 തടവുകാർ സ്നാനമേറ്റു. ഫ്ലോറിഡ, യു.എസിലെ വിവിധ ജില്ലകളിലായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷം തടവുകാർക്കിടയിൽ വലിയ രൂപാന്തരങ്ങൾ വരുത്തുന്നു. തടവുകാർ മാനസാന്തരപ്പെട്ടു സ്നാനമേൽക്കുന്ന നിരവധി വാർത്തകൾ അടുത്തിടെ വന്നിരുന്നു. ഇപ്പോൾ ഫ്ലോറിഡയിലെ വാൾട്ടൺ കൗണ്ടി ജയിലിൽ ഫസ്റ്റ് അപ്പോസ്തോലിക് ചർച്ച് ഓഫ് ഡെഫുനിയാക് സ്പ്രിംഗ്സ് അടുത്തിടെ സാന്താ റോസ് ബീച്ചിലെ ന്യൂ ലൈഫ് ചർച്ചുമായി സഹകരിച്ചു സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. തടവുകാരെ പുനരധിവസിപ്പിക്കുന്നതിനും ശിക്ഷണം നൽകുന്നതിനും ജയിൽ മന്ത്രാലയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതുവഴി അവരുടെ ജീവിതം മാറ്റിയെടുക്കാൻ അപ്പോസ്തോലിക് ചർച്ചിൽ നിന്നുള്ള റോ. ജോനാഥാൻ കിങ് ഒരു ചാപ്ലൈനായി സേവനം അനുഷ്ഠിക്കുന്നു. തടവുകാർക്ക് വേണ്ട ദൈവവചനം പകർന്നു കൊടുക്കുകയും വചന സത്യോപദേശം പഠിപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമായി 70-ലധികം തടവുകാർ രക്ഷിക്കപ്പെടുകയും തുടർന്നു സ്നാനമേൽക്കാൻ താൽപര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. 69 പേർ സ്നാനപ്പെട്ടു. 48 പുരുഷന്മാരും 21 സ്ത്രീകളും. യു.എസിലെ വിവിധ ജില്ലകളിലായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷം തടവുകാർക്കിടയിൽ വലിയ രൂപാന്തരങ്ങൾ വരുത്തുന്നു. തടവുകാർ മാനസാന്തരപ്പെട്ടു സ്നാനമേൽക്കുന്ന നിരവധി വാർത്തകൾ അടുത്തിടെ വന്നിരുന്നു. ഇപ്പോൾ ഫ്ലോറിഡയിലെ വാൾട്ടൺ കൗണ്ടി ജയിലിൽ ഫസ്റ്റ് അപ്പോസ്തോലിക് ചർച്ച് ഓഫ് ഡെഫുനിയാക് സ്പ്രിംഗ്സ് അടുത്തിടെ സാന്താ റോസ് ബീച്ചിലെ ന്യൂ ലൈഫ് ചർച്ചുമായി സഹകരിച്ചു സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. തടവുകാരെ പുനരധിവസിപ്പിക്കുന്നതിനും ശിക്ഷണം നൽകുന്നതിനും ജയിൽ മന്ത്രാലയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതുവഴി അവരുടെ ജീവിതം മാറ്റിയെടുക്കാൻ അപ്പോസ്തോലിക് ചർച്ചിൽ നിന്നുള്ള റോ. ജോനാഥാൻ കിങ് ഒരു ചാപ്ലൈനായി സേവനം അനുഷ്ഠിക്കുന്നു. തടവുകാർക്ക് വേണ്ട ദൈവവചനം പകർന്നു കൊടുക്കുകയും വചന സത്യോപദേശം പഠിപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമായി 70-ലധികം തടവുകാർ രക്ഷിക്കപ്പെടുകയും തുടർന്നു സ്നാനമേൽക്കാൻ താൽപര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. 69 പേർ സ്നാനപ്പെട്ടു. 48 പുരുഷന്മാരും 21 സ്ത്രീകളും.